ഹായ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ 3 റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കാണിച്ചിട്ടുള്ള ഈ 2 സ്നാക്കും നല്ല ഈസിയാണ്. ഒരെണ്ണം ബേക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡ്രിങ്ക് കൂടി കാണിക്കുന്നുണ്ട്. വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ 3 റെസിപ്പിയും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ബ്രെഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതുള്ള ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് എടുക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് പാലിൽ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ വേണമെങ്കിലും മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചൂട് കൂടി പോരുത്, അങ്ങനെ ആകുമ്പോൾ ഈസ്റ്റൊന്നും ആക്റ്റീവായി കിട്ടില്ല. 1/4 കപ്പാണ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്, എങ്കിൽ മാത്രമേ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനെ അടച്ചൊരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാൻ ഓവൻ ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാബേജും ക്യാപ്സിക്കവും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ചിക്കൻ വേവിച്ചതാണ് ചേർക്കുന്നത്. ഉപ്പ് മാത്രം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണും മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂണുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഗരം മസാലയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മസാലയാണിത്. എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒറിഗാനോയുടെ ടേസ്റ്റ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ ബ്രെഡ് നിങ്ങളുടെ അടുത്തില്ലെങ്കിലോ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സായി കിട്ടാൻ പാകത്തിന് പാല് ചേർത്ത് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് അളവില്ല. നമ്മളെടുക്കുന്ന ബ്രെഡ് കൂടുതൽ സോഫ്റ്റ് ആണെങ്കിൽ കുറച്ച് പാല് മതിയാവും. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. ആ രീതിയിൽ പാലൊഴിച്ച് കൊടുത്തിട്ട് ആ പാല് ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, ഇതുപോലൊരു കുഴഞ്ഞ പാകത്തിനാണ് വേണ്ടത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ബ്രെഡെല്ലാം നന്നായിട്ട് തന്നെ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഡബിൾ സൈസിലായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് എയറൊക്കെ കളഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ബോൾസൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. പൊടിയൊന്നും ഇടാതെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു ഷേപ്പിലാണ്, ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു ബ്രെഡ് തിന്നായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വയ്ക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് എരിവ് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്ത ബൗളും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിലേക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഈ ഒരു ബ്രെഡ് കുറച്ച് കനത്തിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഒരുപാട് നൈസാക്കാതെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതിലേക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സോസേജ് കട്ട് ചെയ്തതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റൊക്കെ പുറത്തിരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടി ഒന്ന് ഡബിൾ സൈസിലായി വരും. നേരത്തെ ചെയ്തിട്ടുള്ള മസാല, ചിക്കൻ്റെ മസാലയാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇനി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിന് ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചീസൊക്കെ ഇതിലേക്ക് വയ്ക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലും ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ബോളും ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസിൻ്റെ സ്ലൈസാണ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു എഗ് യോക്ക് എടുത്തിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറിൽ കിട്ടും. ഈ ഒരു ബ്രെഡ് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളറിലായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഗ് യോക്ക് ബ്രഷ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് പാല് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് എൻ്റെ ഓവനിൽ 25 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഓവൻ ഇല്ലാതെ ബ്രെഡൊക്കെ ചെയ്യുന്ന റെസിപ്പി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി. എല്ലാവർക്കും ഓവൻ ഇല്ലാതെ ഇപ്പോൾ ബേക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ആ രീതിയിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ആ ബ്രെഡ് ഒന്ന് കുറച്ച് സോഫ്റ്റ് ആവാനും പിന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബട്ടറൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് മാത്രം ബട്ടർ ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടൊക്കെ കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും ഈ ബട്ടറൂടെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റാണ്. ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഈ ഒരു ബ്രെഡ് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഉള്ളൊക്കെ നല്ല പോലെ തന്നെ കുക്കായിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്രെഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അടുത്തത് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഇത് എണ്ണയിൽ മുക്കി പൊരിക്കാതെ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ മസാല തന്നെയാണ് ഈ ഒരു ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സൈഡും കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 4 സൈഡും കട്ടൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അതിലേക്ക് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചീസിൻ്റെ സ്ലൈസോ അല്ലെങ്കിൽ മൊസറല്ല ചീസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത ബ്രെഡിൻ്റെ പീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ആ ബ്രെഡെല്ലാം ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് അല്ല വേണ്ടത്, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ള ഒരു പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് വേണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഈ ഒരു ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി നേരത്തെ ചെയ്തിട്ടുള്ള ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ഒരു മൈദയുടെ ആ ഒരു പേസ്റ്റിൽ മുക്കിയിട്ട് ഉടനെ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഒരു മെൽറ്റ് ആവുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഉടനെ തന്നെ എടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ തന്നെ ആ ഒരു മൈദയുടെ പേസ്റ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കുറച്ച് അളവിലുള്ള ഫില്ലിങ് വെച്ചിട്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കൂടുതലായിട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ആക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇങ്ങനെ നിരത്തി ഒന്ന് വെച്ച് ഫ്രീസ് ചെയ്തിട്ട് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 10-15 ദിവസം വരെ നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു ബ്രെഡിൻ്റെ സ്നാക്ക് റെഡിയാക്കാനായിട്ട്. ബ്രെഡിൻ്റെ സ്നാക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ കുക്കായിട്ടുള്ളതാണ്. പിന്നെ പുറമേ ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ടും ഈ ഒരു സ്നാക്ക് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൽ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. അടുത്തത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ്. നല്ല വയറൊക്കെ നല്ല ഫുള്ളാവുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് സേമിയ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സേമിയ തിന്നായിട്ടുള്ളതാണ്, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അത് കുക്കാകാൻ പാകത്തിനുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടണം. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2-3 ടീസ്പൂൺ കസ്കസ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് വരും. ഇവിടെ ഒരു 3 കപ്പ് പാല് നല്ലപോലെ തന്നെ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ റൂഹ് അഫ്സ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സേമിയ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പകുതി മാങ്ങ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് സ്ട്രോബെറി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നല്ല ഈസിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. വയറൊക്കെ നല്ല ഫുള്ളാവുന്ന ഒരു ഡ്രിങ്കാണിത്. ഇതിൽ ഫ്രൂട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ 3 റെസിപ്പിയും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്